ശ്രീ ത്രിവിക്രമൻജി, ഞാനിന്ന് ജനം ടി വിയുടെ അവതാരകൻ എന്ന രീതിയിലല്ല ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഒരു സാധാരണക്കാരൻ. എൻ്റെ മനസ്സിൽ അനുദിനം സംശയങ്ങൾ കുന്നുകൂടുകയാണ്. ആ സംശയങ്ങൾക്ക് ലളിതമായ ഭാഷയിൽ ഉത്തരം പറഞ്ഞാൽ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വലിയ ആശ്വാസം ആകും. ഇന്നും ഇടുക്കി ജില്ലാ കലക്ടറേറ്റിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് റിവ്യൂ മീറ്റിംഗ് നടന്നു. ആ റിവ്യൂ മീറ്റിങ്ങിന് ശേഷം മന്ത്രി പറഞ്ഞു, ആശങ്കയ്ക്ക് യാതൊരടിസ്ഥാനവും ഇല്ല. മാത്രമല്ല, ഇതിപ്പോൾ തകരും അല്ലെങ്കിൽ ഈ ഡാം പൊട്ടും തുടങ്ങിയ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവ അതിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്കിലും എൻ്റെ സംശയം അവസാനിക്കുന്നില്ല. മുല്ലപ്പെരിയാർ ഡാം അത് സുരക്ഷിതമാണോ? അതിന് ബലക്ഷയമില്ലേ? ആ സംശയങ്ങൾക്ക് താങ്കളുടെ ഉത്തരം പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. അത് ന്യായമായി സാധാരണ മനുഷ്യരുടെ, കേരളീയരുടെ, ഈ പ്രദേശത്ത് താമസിക്കുന്ന പ്രത്യേകിച്ച് അവരുടെ മനസ്സിൽ ഒരു അസ്ഥിരത, രാത്രി ഉറങ്ങാൻ പോലും ഒക്കാത്ത ഒരു അവസ്ഥയായിരിക്കും അവർ കടന്നു പോകുന്നത്. എനിക്ക് ആദ്യം പറയാനുള്ളത്, അത്തരം ആശങ്കകൾ നമ്മൾ മാറ്റിവെക്കുക. വയനാടിലെ ദുരന്തം പോലെ ഇവിടുത്തെ മുല്ലപ്പെരിയാർ ഡാമിന് ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യത, ഒരു ഭൂകമ്പം വരുന്നു എന്ന് വിചാരിക്കുക, ഒരു 5+ റിക്ടർ സ്കെയിലൊരു ഭൂകമ്പം വന്നാൽ ഒരു വേള ഡെഫിനറ്റായിട്ട് മുല്ലപ്പെരിയാർ മാത്രമല്ല, ഇടുക്കിക്കൊന്നും സംഭവിക്കില്ല. മറ്റു പല അണകളും അത് ഫെയിലുവർ കൊണ്ടാണ് നേരിടാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഹൈൻസൈറ്റ് ഡേറ്റ എന്ന് പറയും. അതായത് പഴയ കാലത്ത് എന്ന് മുതലാണോ ഭൂകമ്പത്തിൻ്റെ പ്രകമ്പനത്തിൻ്റെ തോതിൻ്റെ ഒരു ഡേറ്റാ ബേസ് ഇന്ത്യ വെക്കാൻ തുടങ്ങിയത്. അത് വളരെ പണ്ട് മുതലാണ്. ഇന്ത്യ മീറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരോ സയൻറ്റിസ്റ്റുമാണ് ഇത് മുഴുവൻ മാപിനികളും മറ്റും സ്ഥാപിച്ച്, ഞാൻ ഇന്ത്യ മുഴുവൻ മാപിനി സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നേ ഇല്ല. അത് ഒരു രാജ്യത്തും നടക്കില്ല. പക്ഷേ എന്നാലും സംശയം തോന്നുന്ന പ്രദേശങ്ങളിൽ ഈ മാപിനി സ്ഥാപിച്ച് അതിൻ്റെ ഒരു കാര്യം ആലോചിക്കുക, നമ്മുടെ റിസ്റ്റ് വാച്ച് പോലാണ് 24 മണിക്കൂറും സ്വിച്ച് ഓൺ ചെയ്ത് വച്ചിരിക്കുന്നതാണ് ഈ സൈസ്മോമീറ്റേഴ്സ്. അതുകൂടെ എല്ലാവരും മനസ്സിലാക്കണം. അതായത് 24 മണിക്കൂറും നമ്മൾ 24/7 എന്ന് പുതിയ സ്റ്റൈലിൽ പറയും, പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. പിന്നെ അത് നിന്നു പോകില്ലേ എന്ന് ചോദിക്കും. ഡെഫിനറ്റാണ്, നമ്മുടെ റിസ്റ്റ് വാച്ച് പോലും നിന്നു പോകും. പക്ഷേ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത ആ പ്രശ്നമൊന്നുമില്ല. അത്തരം ഒരു ഡേറ്റാബേസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ, ഭാരതത്തെ 4 സോണുകളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രകമ്പനം കുറഞ്ഞ പ്രദേശമാണ് നമ്മുടെ വെസ്റ്റ് കോസ്റ്റ്, അതായത് കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരപ്രദേശം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെസ്റ്റേൺ ഗാട്ട്സ് കൂടെ ഉൾപ്പെടുത്തുന്നു. നമ്മുടെ റെക്കോർഡിൽ പോലും ഒരു വലിയ ഭൂകമ്പമോ അല്ലെങ്കിൽ മാരകമായ ഭൂകമ്പം ഉണ്ടായെന്ന് നമുക്ക് ഒരിടത്തും റെക്കോർഡില്ല. അതാണ് ഈ നമ്മുടെ ഡാറ്റ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്തരം സോണിൽപ്പെട്ട ഒരു പ്രത്യേക സോണിൽപ്പെട്ട നമ്മുടെ ഈ പ്രദേശം തന്നെയാണ് നമ്മുടെ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ അണക്കെട്ട് മാത്രമല്ല, പിന്നെ ഈ അണക്കെട്ടിൻ്റെ കാലപ്പഴക്കം, അത് കാലപ്പഴക്കത്തെ പറ്റി പറയുമ്പോൾ മനുഷ്യരുടെ വയസ്സ് പോലെ അല്ല അണയുടെ കാലപ്പഴക്കം എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയും ഭൂമിക്ക് 4.5 കോടി വർഷം അങ്ങനെ പറയും. അത് 4.5 കോടിയല്ല, 4,500 കോടി എന്ന് തന്നെ നോക്കുക. ഇത് മനുഷ്യരുടെ അല്ലെങ്കിൽ ഹ്യൂമൻ സ്കെയിലിലാണ്. എർത്തിൻ്റെ സ്കെയിലിൽ ഇങ്ങനെയൊന്നും വേണ്ട. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്,
ഈ പറഞ്ഞ 125 124 അതായത് 1895 96 കമ്മീഷൻ ചെയ്ത അണക്കെട്ട് കൊണ്ട് അത് നമ്മുടെ കണക്കനുസരിച്ചാണ് വർഷങ്ങൾ. ഇതിന് വലിയ ദുർബലം ഉണ്ടെന്ന് ധരിക്കരുത്. ദൗർബല്യം അല്ലെങ്കിൽ ദുർബലം ഉണ്ടായിരുന്നുവെങ്കിൽ വാസ്തവത്തിൽ എത്രയോ വർഷം മുമ്പ് തന്നെ ഇത് തകർന്നു പോകണമായിരുന്നു. എങ്ങനെയാണ് ഒരു അണക്കെട്ടിന് ദൗർബല്യം ഉണ്ടാകുക അല്ലെങ്കിൽ അതിൻ്റെ ബലക്ഷയം ഉണ്ടാകുക? അണ കെട്ടുന്ന രീതി കൃത്യമായിട്ട് നടപ്പാക്കിയാൽ ദൗർബല്യം ഉണ്ടാവില്ല. അതിന് പ്രധാന കാരണം ഒന്നാമത് അതിൻ്റെ റിസർവോയർ ഏരിയ എന്നൊരു പ്രദേശമുണ്ട്. ഈ റിസർവോയർ ഏരിയയിലാണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മുല്ലപ്പെരിയാർ റിസർവോയർ, തേക്കടി റിസർവോയർ നിൽക്കുന്ന പ്രദേശം, അതിൻ്റെ പേരാണ് റിസർവോയർ ഏരിയ. അത് ജിയോ ടെക്നിക്കലി ഒരു ഇംപെർവിയസ് ബേസിനാണ് അല്ലെങ്കിൽ ആയിരിക്കണം ഈ റിസർവോയർ. നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന പോലെ കിണറ്റിൽ വെള്ളം ഊറുന്ന പോലെ ഇതിനകത്ത് നിന്ന് വെള്ളം ഊർന്ന് താഴോട്ട് പോയി പൊക്കം കുറഞ്ഞ പ്രദേശങ്ങളത് ലീക്കടിക്കുമെന്നൊന്നും വിചാരിക്കരുത്. ഇതൊരു വാട്ടർ ടൈറ്റ് ബേസിനാണ്, അതാണ് റിസർവോയർ. പിന്നെ അണക്കെട്ട് നിൽക്കുന്ന സ്ഥലം അതുപോലെ തന്നെ വാട്ടർ ടൈറ്റ് ഫൗണ്ടേഷനാണ്. വാട്ടർ ടൈറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫൗണ്ടേഷൻ റോക്സ് പരിശോധിച്ച ശേഷമാണ്, അത് ആഴത്തിൽ പരിശോധിച്ചതിന് ശേഷമാണ് അണക്കെട്ടിൻ്റെ സ്ഥാനം പോലും നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വെറുതെ ഒരു വീട് കെട്ടുന്ന പോലെ ഒരു പരിപാടിയേ അല്ല ഒരു അണ കെട്ടുന്നത്. 125 വർഷം മുന്നേ ആയാലും 125 വർഷം കഴിഞ്ഞായാലും അണക്കെട്ട് അത്രയും നമ്മൾ ലാഘവത്തോടുകൂടി കെട്ടുന്ന ഒരു സാധനമാണെന്ന് നമ്മൾ കരുതരുത്. ഇത് ഒരു അതായത് താജ്മഹൽ നമ്മൾ ആരും പറയാത്ത എന്താ ഇടിഞ്ഞു വീഴുമെന്ന്. കമ്പിയില്ല, സിമൻ്റ് ഇല്ല. അത് അവിടുത്തെ ഉപയോഗിച്ച ടെക്നോളജിയാണ്. ടെക്നോളജി എന്ന് പറഞ്ഞാൽ കമ്പി വേണം, സിമെൻറ്റ് വേണം. പക്ഷേ ത്രിവിക്രംജി, എനിക്ക് അവിടെയാണ് ഒരു വിയോജിപ്പുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ബ്രിട്ടീഷ് എഞ്ചിനീയർ, ഇതിൻ്റെ ശില്പി പെനി കുക്ക് എന്തിനാണ് 50 വർഷം മാത്രമേ ഇതിന് ആയുസുള്ളൂ എന്ന് പറഞ്ഞു വെച്ചത്? അതിന് വാസ്തവത്തിലൊരു മറുപടി, ഉദാഹരണത്തിന് ഒരു ബോയിങ് ജംബോ ജെറ്റ് എടുക്കുക. ആ ഡിസൈൻ ചെയ്ത എൻജിനീയർ അയാൾ പറയാം 50 വർഷം ഇത് ഓടുകയുള്ളൂ. കാരണം അയാൾക്ക് അങ്ങനെ പറയാനൊക്കെ ഉള്ളൂ. പക്ഷേ ഇന്ന് എത്രയോ ബോയിങ് 747 പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 75 വർഷം കഴിഞ്ഞു. അതുപോലെ എത്രയോ എണ്ണം അത് സർവീസിന് ഉപയോഗിക്കാതെ കാർഗോ ആയിട്ട് ഉപയോഗിക്കുന്നു. എന്താണ് കാരണം? അതിന് പ്രത്യേക കാലങ്ങളിൽ പ്രത്യേക അവസരങ്ങളിൽ നടത്തേണ്ട റിപ്പയർ പണി നടത്തും, റീഫിറ്റിംഗ് നടത്തും, എൻജിൻ മാറ്റിവെക്കും. ഇതാണ് അതിൻ്റെ കാരണം. അതുപോലെ ഇപ്പം നിങ്ങൾക്ക് പറയാം, മുല്ലപ്പെരിയാറിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും. മുല്ലപ്പെരിയാറിൻ്റെ സുർക്കി കൊണ്ടുള്ള അണയുടെ ബാഹ്യ വശങ്ങൾ അണയുടെ റിസർവോയറിൻ്റെ സൈഡിലായാലും ഡൗൺ സ്ട്രീമിലായാലും വീണ്ടും ഒരു കോട്ട് കൊടുത്തിരിക്കുകയാണ്, കോൺക്രീറ്റ്. അത് നമ്മൾ ഇതൊന്നും നിസ്സാരവൽക്കരിക്കാതിരിക്കാനാണ് പഠിക്കേണ്ടത്. സുർക്കി മിശ്രിത ഉപയോഗിച്ച് പണിത തുംഗഭദ്ര ഡാം, അതിൻ്റെ ഗേറ്റ് വേ ആണ് കഴിഞ്ഞ ദിവസം തകർന്നത്. അല്ല, അവിടെ ഒരു ഷട്ടർ ഇളകിപ്പോയി എന്നുള്ളതാണ് അവിടുത്തെ ഒരു വലിയ സംഭവമാണ്. ഡൗൺ സ്ട്രീമിൽ എല്ലാവരും കരുതുന്നത് ഒരു ഷട്ടർ പോയാൽ 9 ഷട്ടർ പോവും, അത് കഴിയുമ്പോൾ അണ തന്നെ അങ്ങ് പോവും. അതൊന്നും സംഭവിക്കില്ല. അണ പൊട്ടുന്നത് വാസ്തവത്തിൽ ഇന്ത്യയിൽ ഡാം ഫെയിലിയർ വളരെ കുറവാണ്. അഥവാ ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ റെക്കോർഡ്സ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഡാം ഫെയിലിയർ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞാൻ ഒരു ഡാം ഫെയിലിയർ പൂന പട്ടണം സ്ഥിതി ചെയ്യുന്ന ഒരു ബേസിനിലെ ഒരു ഡാം ഫെയിലിയറിൻ്റെ അടയാളങ്ങൾ ഞാൻ കണ്ടു. പൂന ടൗണിലെ ഒരു റിവറിൽ, ആ പർട്ടിക്കുലർ റിവറിൻ്റെ 2 വശത്തും ഓരോ പാർക്കുണ്ട്. ആ പാർക്കിൽ ഒരു വശത്തെ പാർക്കിൽ ഒരു ക്ലോക്ക് ടവറുണ്ട്. ക്ലോക്ക് ടവറിൻ്റെ ക്ലോക്കിൻ്റെ ഫേസിൻ്റെ പകുതി വരെ ഫ്ലഡ് വാട്ടേഴ്സ് ഉയർന്നു. ഇത് ഞാൻ കാണുന്നത് 1964 ഒരു സ്റ്റഡി ടൂറിന് പോയപ്പോൾ. അതായത് അങ്ങനെയുള്ള അല്ലാതെ പിന്നെ നമ്മുടെ ഈ കൊയ്നായോ മറ്റോ എർത്ത്ക്വേക്ക് അത് ഒരു ഡാമിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഡാം ഫെയിൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭിത്തി ഒന്നോടെ ഇടിഞ്ഞു വീഴുന്ന പോലെയല്ല. ഒരു ഭാഗം മാത്രം ഇടിയുള്ളൂ. ആ ഭാഗത്തു നിന്ന് വെള്ളം അതിശക്തമായി പുറത്തു വരും. വാട്ടർ ലെവൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും.
വാട്ടർ ലെവൽ കുറയുന്നതനുസരിച്ച് ഇതിൻ്റെ ഇറോസീവ് കപ്പാസിറ്റി കുറയും. അതായത് വെള്ളം ഇല്ലാതാവുന്ന അവസ്ഥയേ ഇല്ല, ഒരു മാർഷ് ലാൻഡ് ആവും. പക്ഷേ ഒരു വിള്ളലല്ല, ഒരു ഗ്യാപ്പ് ഉണ്ടാവും, മുഴുവൻ അണയും. ഒന്നോടെ ഒലിച്ചുപോയി ഒരു കൂട്ടം റബിളായി മാറിയ ഒരു ഇൻസ്റ്റൻസും ഇന്ന് വരെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല. യെസ്